നമസ്കാരം. ഇത് 2025 ഫെബ്രുവരി 17 തിങ്കളാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ കരാറുണ്ടെങ്കിൽ ഉക്രൈനിൽ ബ്രിട്ടീഷ് സൈന്യത്തെ വിന്യസിപ്പിക്കാൻ തയ്യാറാണെന്ന് കെയർ സ്റ്റാർമർ. വ്ളാഡിമിർ പുടിൻ മറ്റൊരു ആക്രമണം നടത്തിയാൽ അത് UK സേനയെ ദോഷകരമായ രീതിയിൽ ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതാദ്യമായാണ് യുക്രൈനിലേക്ക് ബ്രിട്ടീഷ് സമാധാന സേനയെ വിന്യസിക്കുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പരസ്യമായി പ്രസ്താവിക്കുന്നത്. പാരീസിൽ യൂറോപ്യൻ നേതാക്കളുമായി അടിയന്തര ചർച്ച നടത്തുന്നതിന് തൊട്ടുമുൻപാണ് ഈ പരാമർശം. പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുവാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദം ബ്രിട്ടൻ നിരസിക്കും. GDP-യുടെ 2.5%-ലധികം പ്രതിരോധത്തിനായി ചെലവഴിക്കണമെന്ന നിർദ്ദേശത്തോട് പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. അടുത്ത ആഴ്ച വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപുമായി ഏറ്റുമുട്ടാനും സാധ്യതയുണ്ട്. പ്രതിരോധ ചെലവ് 2.3%-ൽ നിന്ന് എപ്പോൾ വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രതിജ്ഞാബദ്ധത മാറ്റമില്ലാതെ തുടരുമെന്ന് ഡൌണിംഗ് സ്ട്രീറ്റ് ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു. സൗത്ത്പോർട്ട് കൊലയാളി ആക്സൽ ഡുഡ്കുബാനയെ കുറിച്ചുള്ള അന്വേഷണത്തിൽ സഹായിക്കുന്നതിനായി സന്നദ്ധത അറിയിച്ച FBI-യും US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസും. ആക്രമണത്തിന് മുമ്പ് പ്രതി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത എല്ലാതും ഡിലീറ്റ് ചെയ്തിരുന്നു. സംഭവം നടക്കുന്ന അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് എക്സിൽ നടത്തിയ തിരച്ചിൽ മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു. വീട്ടിൽ നിന്ന് 5 മൈൽ അകലെയുള്ള പെൺകുട്ടികളുടെ ഡാൻസ് ക്ലാസ് പ്രതി എന്തിനാണ് ലക്ഷ്യമിട്ടതെന്നതിനെ കുറിച്ചുള്ള സുപ്രധാന സൂചനകൾ ഡിലീറ്റ് ചെയ്ത ഡാറ്റയിൽ നിന്നാണ് ലഭിക്കുകയെന്ന് പോലീസ് വിശ്വസിക്കുന്നു. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് എന്നിവയിൽ നിന്ന് ഡാറ്റ ലഭ്യമാക്കുന്നതിൽ സാങ്കേതിക വെല്ലുവിളികൾ ഉള്ളതിനാൽ അന്തർദേശീയ സഹകരണം അന്വേഷണം വേഗത്തിലാക്കാൻ സഹായിക്കും. ചെറിയ ബോട്ടുകളിൽ എത്തുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം നിരോധിക്കുന്നതിനെതിരെ വിമർശിച്ച് യൂണിയനും ബിഷപ്പ്മാരും. ചെറിയ ബോട്ടിൽ അല്ലെങ്കിൽ വാഹനത്തിൽ ഒളിച്ചിരുന്ന് അനധികൃതമായി UKയിലേക്ക് പ്രവേശിക്കുന്ന ആർക്കും പൗരത്വം നിരസിക്കപ്പെടുമെന്ന പുതിയ മാർഗനിർദ്ദേശം കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ നയത്തെക്കുറിച്ച് പുനർചിന്തനം നടത്താൻ ആവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് അവർ കത്ത് നൽകി. 147 പേർ ഒപ്പിട്ട കത്തിൽ യുണിസെന്റ് ജനറൽ സെക്രട്ടറി ക്രിസ്റ്റീന മാക്അനെയും 9 ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ബിഷപ്പ്മാരും ഉൾപ്പെടുന്നുണ്ട്. പക്ഷിപ്പനിയെ സംശയിച്ച് കൗണ്ടി ടൗറോൺ പൗൾട്രി ഫാമിൽ 10,000-കണക്കിന് പക്ഷികളെ കൊന്നൊടുക്കി. ഫാമിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കേസ് ഉയർന്ന രോഗകാരിയായ ഏവിയൻ ഇൻഫ്ലുവൻസ ആണെന്ന് സ്ഥിരീകരിച്ചാൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കും. വടക്കൻ അയർലൻഡിലെ ഫാമിൽ പക്ഷിപ്പനി സംശയിച്ചതിനെ തുടർന്ന് 64,000-ഓളം പക്ഷികളെയാണ് ഇതുവരെ കൊന്നൊടുക്കിയത്. സ്ഥാനാർബുദ സ്ക്രീനിംഗ് വർദ്ധിപ്പിക്കുന്നതിനായി NHS ഇംഗ്ലണ്ട് ആദ്യ അഡ്വർടൈസിംഗ് ഡ്രൈവ് ആരംഭിച്ചു. 50-നും 71-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പതിവ് മാമോഗ്രാമുകൾ വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള TV, റേഡിയോ, ഓൺലൈൻ പരസ്യങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. രോഗലക്ഷണങ്ങളില്ലാത്ത ആളുകളെ ലക്ഷ്യമിട്ടുള്ള ഈ പ്രോഗ്രാം UKയിൽ ഓരോ വർഷവും 1300 മരണങ്ങൾ തടയുന്നുവെന്ന് കണക്കാക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം ഇംഗ്ലണ്ടിലുടനീളം 18,942 സ്ത്രീകളിൽ ക്യാൻസർ ബാധിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സ്ക്രീനിംഗ് ഇല്ലാതെ ഇത്തരം ക്യാൻസറുകൾ പിന്നീടുള്ള ഘട്ടം വരെ നിർണ്ണയിക്കുകയോ ചികിത്സിക്കുകയോ ചെയ്യില്ലെന്ന് NHS പറയുന്നു. UKയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുഭവപ്പെടുന്ന ആന്റി സൈക്ലോണിക് ലൂം എന്ന കാലാവസ്ഥയ്ക്ക് ശേഷം ഈ ആഴ്ച താപനില 14°C വരെ ഉയർന്നേക്കാമെന്ന അറിയിപ്പ്. മധ്യവാരത്തോടെ പ്രത്യേകിച്ച് ലണ്ടൻ, മാഞ്ചസ്റ്റർ, ലീഡ്സ്, ഗ്ലാസ്ഗോ എന്നിവിടങ്ങളിൽ താപനില 13°C മുതൽ 14°C വരെ ഉയർന്നേക്കാം. എന്നിരുന്നാലും സ്കോട്ട്ലൻഡിലെ ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും മഞ്ഞുവീഴ്ചയും തണുത്ത കാലാവസ്ഥയും തുടരാനാണ് സാധ്യതയെന്നും മെറ്റ് ഓഫീസ് അറിയിച്ചു. സ്കാൻഡിനേവിയയിൽ നിന്നുള്ള തണുത്ത വായുവിനെ അറ്റ്ലാന്റിക്കിൽ നിന്നുള്ള ചൂടുള്ള വായു മാറ്റി സ്ഥാപിക്കുന്നതിനാലാണ് ഈ കാലാവസ്ഥ മാറ്റം രൂപപ്പെടുന്നതെന്ന് അധികൃതർ പറയുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ ആൻഫീൽഡിൽ നടന്ന മത്സരത്തിൽ വോൾസിനെ 1-2 ഗോളുകൾക്ക് ലിവർപൂൾ പരാജയപ്പെടുത്തി. കളിയുടെ ആദ്യ പകുതിയിലാണ് ലിവർപൂൾ 2 ഗോളുകളും നേടിയത്. 15-ാം മിനിറ്റിൽ ലൂയിസ് ഡയസ്, 37-ാം മിനിറ്റിൽ മുഹമ്മദ് സല എന്നിവരാണ് ഗോൾ നേടിയത്. മതേയൂസ് കുഞ്ഞിയിലൂടെ 67-ാം മിനിറ്റിൽ വോൾസ് ആശ്വാസ ഗോളും നേടി. 25 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ലിവർപൂൾ 18 വിജയങ്ങൾ സ്വന്തമാക്കി 60 പോയിന്റോടെ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ടോട്ടൻഹാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചു. മെഡിസൺ ആണ് ടോട്ടൻഹാമിന് വേണ്ടി ഗോൾ നേടിയത്. ദില്ലിയിൽ ശക്തമായ ഭൂചലനം. ഇന്ന് പുലർച്ചെ 5:36 റിക്ടർ സ്കെയിലിൽ 4.0
തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ന്യൂദില്ലിയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ശക്തമായ പ്രകമ്പനവും വലിയ ശബ്ദവും ഉണ്ടായതായി പ്രദേശവാസികൾ പറയുന്നു. പെരിനാട് മടത്തുമൂഴിയിൽ CI2 പ്രവർത്തകൻ ജിതിൻ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ശക്തം. പരിക്കേറ്റ 2 പേർ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാഷ്ട്രീയ സംഘർഷമല്ല കൊലപാതക കാരണമെന്നാണ് പോലീസ് വിശദീകരണം. അമേരിക്കയിൽ നിന്നും അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെയും വഹിച്ചുള്ള 3ാമത്തെ സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങി. 112 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 44 ഹരിയാന സ്വദേശികളും 31 പഞ്ചാബ് സ്വദേശികളുമുണ്ട്. മറ്റുള്ളവരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നടൻ സിദ്ദിഖിനെതിരായ പീഡന കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. പീഡനം നടന്നതിന് കൃത്യമായ തെളിവുകളുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സിദ്ദിഖിനെതിരായ സാക്ഷിമൊഴികളടക്കം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനമെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. സംസ്ഥാന NCPയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇടപെട്ട കേന്ദ്ര നേതൃത്വം നേതാക്കളെ മുംബൈയിലേക്ക് വിളിപ്പിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ, PC ചാക്കോ, തോമസ് K തോമസ് MLA എന്നിവരെയാണ് മുംബൈയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചർച്ച. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.